നമസ്കാരം. ജനസേവ 2.0 യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്താനും ശ്രദ്ധിക്കുമല്ലോ. CUET UG 2025 സംശയങ്ങൾ തീർക്കാം. കേന്ദ്ര സർവകലാശാലകളിലെയും മറ്റൊട്ടേറെ സ്ഥാപനങ്ങളിലെയും പ്രവേശനത്തിന് മാനദണ്ഡമായി കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റിന് CUET UG 2025 മാർച്ച് 22 11:50 PM വരെ www.cuet.nda.nic.in എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാം. പരീക്ഷയുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും വായിക്കാം. CUET UG പ്രവേശന പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യത എന്താണ്? +2 തത്തുല്യ യോഗ്യത ഉള്ളവർക്കും 2025 +2 പരീക്ഷ എഴുതുന്നവർക്കും അപേക്ഷ സമർപ്പിക്കാം. 3 വർഷത്തെ ഡിപ്ലോമ പൂർത്തിയായവർക്കും അപേക്ഷിക്കാമെങ്കിലും തിരഞ്ഞെടുക്കുവാൻ ഉദ്ദേശിക്കുന്ന സ്ഥാപനം നിഷ്കർഷിക്കുന്ന യോഗ്യത ഉണ്ടാവണമെന്ന നിബന്ധനയുണ്ട്. ഞാൻ +2 ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥിയാണ്. എനിക്ക് CUET UG പ്രവേശന പരീക്ഷയ്ക്ക് അപേക്ഷിക്കാൻ സാധിക്കുമോ? തീർച്ചയായും. ഏത് സ്ട്രീമിൽ +2 കഴിഞ്ഞവർക്കും അപേക്ഷിക്കാവുന്ന കോഴ്സുകൾ CUET UGയുടെ ഭാഗമായി ഉണ്ട്. ഏതെല്ലാം സ്ഥാപനങ്ങളെ പ്രവേശനത്തിനാണ് CUET UG ബാധകമാകുന്നത്? 46 കേന്ദ്ര സർവകലാശാലകൾ, 40-ലധികം സംസ്ഥാന സർവകലാശാലകൾ, 30 കൽപ്പിത സർവകലാശാലകൾ, 160-ലധികം സ്വകാര്യ സർവകലാശാലകൾ, 10ഓളം മറ്റ് സർക്കാർ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ ലഭ്യമായ BA, BSc, BCom, BBA, BTech, ഇൻ്റഗ്രേറ്റഡ് LLB, BVoc തുടങ്ങിയ വിവിധ കോഴ്സുകളിൽ പ്രവേശനത്തിനുള്ള മാനദണ്ഡമാണ് CUET UG. കേരള സെൻട്രൽ യൂണിവേഴ്സിറ്റി നടത്തുന്ന BA ഓണേഴ്സ് ഇൻ ഇൻ്റർനാഷണൽ പ്രോഗ്രാം പ്രവേശനത്തിനും CUET മാനദണ്ഡമാണ്. +2 തലത്തിൽ പഠിച്ച വിഷയങ്ങൾക്കും CUET പ്രവേശന പരീക്ഷയിൽ തിരഞ്ഞെടുക്കാവുന്ന വിഷയങ്ങൾക്കും അനുസൃതമായാണ് കോഴ്സുകളും സ്ഥാപനങ്ങളും തിരഞ്ഞെടുക്കാനാവുക. എനിക്ക് മലയാളത്തിൽ പരീക്ഷ എഴുതുവാൻ സാധിക്കുമോ? അതെ, മലയാളം ഉൾപ്പെടെ 13 ഇന്ത്യൻ ഭാഷകളിൽ ചോദ്യപേപ്പറുകൾ ലഭ്യമാണ്. മലയാളത്തിലുള്ള ചോദ്യപേപ്പർ ആവശ്യമെങ്കിൽ അപേക്ഷ സമർപ്പിക്കുമ്പോൾ തന്നെ അക്കാര്യം രേഖപ്പെടുത്തണം. CUET UG പ്രവേശന പരീക്ഷയിൽ യോഗ്യത നേടിയാൽ അഡ്മിഷൻ ഉറപ്പിക്കാമോ? ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന പരീക്ഷയിൽ നേടുന്ന സ്കോർ അനുസരിച്ച് ഉദ്ദേശിക്കുന്ന സ്ഥാപനങ്ങളിൽ വെവ്വേറെ അപേക്ഷ സമർപ്പിക്കണം. അഡ്മിഷൻ സംബന്ധിച്ച ബാക്കി കാര്യങ്ങൾ അതാത് സ്ഥാപനങ്ങളുടെ മേൽനോട്ടത്തിലായിരിക്കും നടക്കുക. ഇതിനായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളുടെ വെബ്സൈറ്റ് പരിശോധിക്കുവാൻ മറക്കരുത്. പരീക്ഷ ഏത് ദിവസമാണ് നടക്കുന്നത്? ഇപ്പോൾ തീരുമാനിച്ചതനുസരിച്ച് മെയ് 8 മുതൽ ജൂൺ 1 വരെ ആയിരിക്കും പരീക്ഷ നടക്കുക. ഓരോ ദിവസവും ഒന്നിലധികം ഷിഫ്റ്റുകളാലാണ് പരീക്ഷ നടക്കുന്നത്. എത്ര വിഷയങ്ങൾ പരീക്ഷയ്ക്ക് ഉണ്ടാകും? CUET UG പരീക്ഷയ്ക്ക് 13 ഭാഷാ വിഷയങ്ങളും 23 ഡൊമൈൻ സ്പെസിഫിക് വിഷയങ്ങളും ഒരു ജനറൽ അഭിരുചി ടെസ്റ്റിനുള്ള വിഷയമടക്കം 37 വിഷയങ്ങളാണ് ഉണ്ടാവുക. ഒരാൾക്ക് പരമാവധി 5 വിഷയങ്ങൾ തിരഞ്ഞെടുക്കാം. ഞാൻ +2 പഠിച്ച എല്ലാ വിഷയങ്ങളും തിരഞ്ഞെടുക്കേണ്ടതുണ്ടോ? നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കോഴ്സും സ്ഥാപനവും അനുസരിച്ചാണ് വിഷയങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. തിരഞ്ഞെടുക്കുവാൻ ഉദ്ദേശിക്കുന്ന കോഴ്സിന് വേണ്ട യോഗ്യതയും CUET UG പരീക്ഷയിൽ തിരഞ്ഞെടുക്കേണ്ട വിഷയങ്ങൾ എന്നീ വിഷയങ്ങൾ www.cuet.nda.nic.in എന്ന വെബ്സൈറ്റിലുണ്ട്. നിങ്ങൾ +2 പഠിച്ച വിഷയങ്ങൾ എന്നതിലുപരി തിരഞ്ഞെടുക്കുവാൻ ഉദ്ദേശിക്കുന്ന കോഴ്സിന് അനുസൃതമായിട്ടാണ് വിഷയങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. പരീക്ഷയുടെ അപേക്ഷാ ഫീസ് എത്രയാണ്? ജനറൽ വിഭാഗത്തിന് 3 വിഷയങ്ങൾ വരെ തിരഞ്ഞെടുക്കുവാൻ 1000 രൂപയും പിന്നീട് വരുന്ന ഓരോ അധിക വിഷയത്തിന് 400 രൂപ അധികമായും കൊടുക്കണം. OBC, പട്ടികവിഭാഗക്കാർ, മറ്റ് സംവരണ വിഭാഗക്കാർ എന്നിവർക്ക് ഇളവുകളുണ്ട്. വിദേശ കേന്ദ്രങ്ങൾ തിരഞ്ഞെടുക്കുന്നവർ അധിക ഫീസ് കൊടുക്കണം. CUET UG 2025 പരീക്ഷാ രീതി എങ്ങനെയാണെന്ന് വിശദീകരിക്കാമോ? കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷയാണ് നടക്കുന്നത്. ഓരോ വിഷയത്തിനും 60 മിനിറ്റും ഒബ്ജക്റ്റീവ് രീതിയിലുള്ള 50 ചോദ്യങ്ങളുമാണ് ഉണ്ടാകുക. ഓരോ ശരിയുത്തരത്തിനും 5 മാർക്ക് ലഭിക്കും. തെറ്റുത്തരങ്ങൾക്ക് 1 നെഗറ്റീവ് മാർക്ക് ഉണ്ടാകും. ഉത്തരം രേഖപ്പെടുത്തിയില്ലെങ്കിൽ മാർക്ക് നഷ്ടപ്പെടില്ല. പരീക്ഷയ്ക്ക് എന്തെല്ലാം പാഠഭാഗങ്ങളാണ് പഠിക്കേണ്ടത്? ഭാഷാ വിഷയങ്ങളുടെ സിലബസ് വെബ്സൈറ്റിൽ നൽകിയിട്ടുണ്ട്. പൊതു അഭിരുചി പരീക്ഷയ്ക്ക് പൊതുവിജ്ഞാനം, ആനുകാലികം, ജനറൽ മെൻ്റൽ എബിലിറ്റി, ന്യൂമറിക്കൽ എബിലിറ്റി, റീസണിംഗ്, ലോജിക്കൽ ആൻഡ് അനലിറ്റിക്കൽ റീസണിംഗ്, ജനറൽ സയൻസ് ആൻഡ് എൻവയോൺമെൻ്റൽ ലിറ്ററസി എന്നിവയിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാകും. ഡൊമൈൻ വിഷയങ്ങൾക്ക് NCERT സിലബസ് ആയിരിക്കും അടിസ്ഥാനം. എൻ്റെ മകൾ റിയാദിലാണ് പഠിക്കുന്നത്. അവിടെ പരീക്ഷ എഴുതുവാൻ സംവിധാനമുണ്ടോ? തീർച്ചയായും.
റിയാദ് ഉൾപ്പെടെ ഇന്ത്യക്ക് പുറമെ 15 കേന്ദ്രങ്ങളിൽ പരീക്ഷ നടക്കുന്നുണ്ട്. അപേക്ഷ സമർപ്പിക്കുമ്പോൾ സ്ഥിരം ഇപ്പോഴത്തെ വിലാസമായി വിദേശത്തുള്ള സ്ഥലം നൽകുന്നവർക്കാണ് വിദേശ കേന്ദ്രങ്ങൾ തിരഞ്ഞെടുക്കുവാൻ സാധിക്കുക. ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ.